ഇത് കാക്കസുഗുണൻ, നിയമം പാലിക്കാത്തവരുടെ പ്രതിനിധി. ഒരു രക്ഷയില്ല, കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. ഏതെങ്കിലും വീട്ടിൽ വലിഞ്ഞു കേറാം. കാക്കസുഗുണൻ ആരോ മോൻ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവിടെ ചെല്ലുമ്പോ പോണെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയേക്കരുത്. അതുവരെ ഈ വീട്ടിൽ ആരും ഇല്ലല്ലോടി. ഹോ, നിങ്ങളൊരു വീടും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നോ, പുറത്തിറങ്ങണ്ട. ഒന്നാമത് സ്വർണവും പണ്ടവും വീട്ടു സാധനങ്ങൾ കിടക്കുന്ന വീടാ. ഹോ, ഈ വർത്താനം കേട്ടാ ദേഷ്യം വരാത്തവർക്കും കൊള്ളാം. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഓ മതി മതി, കിടന്ന് കലി തുള്ളണ്ട. ഓ നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം സാർ. എവിടോ യാത്ര പോകുന്ന മട്ടുണ്ടല്ലോ കണ്ടിട്ട്. അതെ സാർ, ഞങ്ങൾ ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരൂ. എന്റെ വീട്ടിൽ പോവാ. വീട് പൂട്ടി പോകുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ വല്ലതും എടുത്തോ? വീടും പൂട്ടിയെടുത്തു, ഗേറ്റും പൂട്ടിയെടുത്തു സാർ. അത് മാത്രം പോരാ, നമ്മൾ വീട്ടിലില്ലാത്തപ്പോൾ പാല്, പത്രം എന്നിവ ഇടേണ്ടെന്ന് അറിയിക്കണം. അതുപോലെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അയൽപക്കത്തും അറിയിക്കണം. പിന്നെ ബർഗളെല്ലാം പോലുള്ള സാധനങ്ങൾ വാങ്ങിവെച്ചാൽ കള്ളന്മാർ വീട്ടിൽ കയറുമ്പോൾ പോലീസിനത് അറിയാൻ കഴിയും. പിന്നെ കൂടുതൽ സ്വർണവും പണവും ഒന്നും വീട്ടിൽ സൂക്ഷിക്കാതിരിക്കാൻ നല്ലത്. അയ്യോ, അപ്പോ ഇന്ന് ഇതൊക്കെ ചെയ്തിട്ട് മതി നാളെ യാത്ര. നമുക്ക് തിരികെ പോകാം അല്ലേ? പൊതുജനങ്ങളുടെ സഹകരണം പോലീസിന്റെ പ്രവർത്തനത്തിൽ നേടുകയെന്ന ലക്ഷ്യത്തോടെ ജനമൈത്രി സംവിധാനം കേരള സർക്കാർ ഏർപ്പെടുത്തി. അതത് ബീറ്റിലെ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി സുരക്ഷാ സമിതികൾ രൂപവത്കരിച്ചു. ഓരോ ജനമൈത്രി ബീറ്റിലും ഓരോ ബീറ്റ് ഓഫീസർമാരുടെ സേവനമുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ മോഷണം നടക്കാതിരിക്കുവാനായി നമ്മൾ കൂടി ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. പുതിയ വീട് പണിയുമ്പോൾ അവിടെ സെക്യൂരിറ്റി സംവിധാനം, ബർഗ്ലർ അലാം ഘടിപ്പിക്കുവാൻ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ വീടിൻ്റെ പിന്നിലുള്ള വാതിൽ ക്രോസ് ബാർ വെച്ച് ബലപ്പെടുത്തി കള്ളന്മാർക്കും മറ്റും കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ ബലപ്പെടുത്തേണ്ടതുണ്ട്. വീടിനോട് ചേർന്ന് ഗോവണി, വെട്ടുകത്തി, തൂമ്പ, മഴു തുടങ്ങിയ ഉപകരണങ്ങൾ വെച്ചാൽ അത് കള്ളന്മാരെ സഹായിക്കലാവും. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നാം കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ മോഷണം അതിനിരയാകുന്നതിൽ നിന്ന് നാം രക്ഷപ്പെടുകയുള്ളൂ. തീർച്ചയായും ജനമൈത്രി സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള പ്രദേശങ്ങളിൽ സ്ഥലത്തെ ജനങ്ങളുമായി ചേർന്നുള്ള നൈറ്റ് പട്രോളിങ്ങും മറ്റും മോഷണം തടയുന്നതിന് വളരെ സഹായകരമായി മാറിയിട്ടുണ്ട്. കൂടാതെ മോഷണം എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് തന്നെ ബോധം ലഭിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മോഷണം തടയാനും ഒരു പരിധിവരെ ജനമൈത്രി സുരക്ഷാ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് പയ്യന്നൂർ, പെരിന്തൽമണ്ണ തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ അതിർത്തികൾ.
കുറച്ചുകൂടെ ചേർത്തൊട്ടി. കാര്യമൊക്കെ കൊള്ളാടേ. ഇത് കണ്ടുകൊണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞ ആക്രമിക്കാൻ വരുന്നതിന് നമ്മൾ വെറുതെ വിടൂടെ? 1090 വിളിച്ചറിയിക്കുന്ന ആൾ സ്വന്തം മേൽവിലാസം വെളിപ്പെടുത്തേണ്ടതില്ല. 2-3 ദിവസത്തിന് ശേഷം ഇതേ നമ്പറിൽ വിളിച്ചു ചോദിച്ച് നേരത്തെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് നടപടിയെടുത്തുവെന്ന് അറിയുകയും ചെയ്യാം. എന്നാ വാ, ജനമൈത്രി സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും 1090 നമ്പർ ഒട്ടിക്കാം. ഇത് കാക്കസുഗുണൻ, നിയമം പാലിക്കാത്തവരുടെ പ്രതിനിധി. ബുക്ക് മാപ്പ് ബുക്ക് മാപ്പ് മാപ്പ്. പതുക്കെ വിളിച്ചു കൂടോ, അവളെങ്ങാനും കേക്കും. ആളുകൾ കേൾക്കാനല്ലേ സാറേ നമ്മൾ ഈ വിളിച്ച് കൂടണത്. സാധനം കയ്യിലുണ്ടോ? അപ്പോഴേക്ക് ധൃതിയായല്ലേ? ഈ ബുക്കിന്റെ മാപ്പിന്റെ ഇടയിൽ മറ്റതല്ലേ ഇരിക്കണത്. ഒന്ന് എളുപ്പം എടുക്കണോ, തല പെരുക്കുന്നു. ചുരുട്ടി 2 വലി വലിക്കട്ടോ. കിടില സാധനം സാറേ. ബുക്ക് മാപ്പ് ബുക്ക് മാപ്പ്. ഇയാളാണല്ലേ മയക്കുമരുന്നൊക്കെ കൊണ്ടുകൊടുത്ത ആളുകളെ ചീത്തയാക്കുന്നേ? ഇല്ല സൗരി, പുസ്തകം മാപ്പ്. സാറേ കാശ് കാശ് ഇയാൾക്ക് അടിയാണ് തരേണ്ടത്. ഇയാളെ ഇപ്പൊ ശരിയാക്കി തന്നില്ലെങ്കിൽ നോക്കിക്കോ. 1090. ഹലോ, ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ശരിയാക്കി ഞാനല്ല. കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുവാനുള്ള മാർഗം പൊതുജനങ്ങളുമായിട്ടുള്ള സഹകരണമാണ്. 1090 എന്ന ക്രൈം സ്റ്റോപ്പർ നമ്പറിലേക്ക് ഏത് കുറ്റകൃത്യങ്ങൾ കണ്ടാലും പൊതുജനങ്ങൾ വിളിച്ച് വിവരം നൽകേണ്ടതാണ്. പരിസരത്ത് കള്ളവാറ്റ്, വ്യാജമദ്യ വിൽപ്പന, ബോംബ് നിർമ്മാണം, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തുടങ്ങി ഏത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന വിവരമുണ്ടെങ്കിലും 1090 എന്ന നമ്പറിൽ സൗജന്യമായി വിളിച്ച് പോലീസിനെ അറിയിക്കാവുന്നതാണ്. ഈ നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കുമ്പോൾ ആരാണ് വിളിച്ചത് എന്നുള്ള വിവരം വെളിപ്പെടുത്തേണ്ടതുമില്ല. മാത്രമല്ല, വിളിച്ച് 2-3 ദിവസത്തിനകം അതിൽ എന്ത് നടപടിയെടുത്തു എന്നറിയുവാനായി പോലീസിനെ തിരിച്ചു വിളിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയും ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായും പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള ഈ സംവിധാനം എത്രയധികം പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുവോ അത്രയധികം സ്ഥലത്ത് കുറ്റകൃത്യവും കുറഞ്ഞു വരും. ഇത് കാക്കസുഗുണൻ, നിയമം പാലിക്കാത്തവരുടെ പ്രതിനിധി. പോയിട്ട് വരാം. അണ്ണനാണ് അണ്ണ ഈ വീട്ടിൽ താമസിക്കണ അണ്ണ. നീ ഏതാ? ഞാൻ ഇവിടത്തേക്ക് തന്നെ ഉള്ള ഒരു നാട്ടുകാരൻ. എന്ത് വേണം? അല്ല, അണ്ണ ആഫീസിൽ പോകുമ്പം ഒരുത്തൻ ഇവിടെയൊക്കെ വന്നൊരു കറക്കം. അതിന് അല്ല, അതിനൊന്നും വേണ്ട.
അണ്ണന്റെ പെണ്ണ് സിറ്റ് ഔട്ടിൽ നിന്നൊരു നോട്ടം ഒന്ന് ശ്രദ്ധിക്കണേ അണ്ണ. നീ പോടോ, നീ പോടോ, പോടാ. സൂക്ഷിച്ച അണ്ണനുള്ള എനിക്കെന്തര്. നിനക്ക് സിറ്റ് ഔട്ടിൽ നിനക്ക് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ അല്ലടി? ഏറ്റെന്നാണ് തോന്നണത്. എനിക്കങ്ങ് മരിച്ചാ മതി. അയ്യോ. ഓക്കെ. അല്ല, എന്തു പറ്റി? രണ്ടുപേരും പിണക്കത്തിലാണെന്ന് തോന്നല്ലോ. എവിടെ ആള് ശരിയല്ല സാറേ. ജനമൈത്രി സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്ന നമ്മുടെ ഈ ബീറ്റിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനഃശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടുത്തി അമിത മദ്യപാനം, കുടുംബ പ്രശ്നം എന്നിവ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൗൺസിലിംഗ് സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. വരൂ, അങ്ങോട്ട് പോകാം. പ്രഭാരം ചേട്ടാ എങ്ങനെയുണ്ട് കുടുംബമൊക്കെ നന്നായിട്ട് പോണ? മറ്റേ പാട്ടിന്റെ കരക്കൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ആരോഗ്യകരമായ കുടുംബ ബന്ധം ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പിന് അത്യാവശ്യമാണ്. കുടുംബത്തിൽ അമിത മദ്യപാനം, അതുമൂലമുണ്ടാകുന്ന വഴക്കുകൾ ഇവയൊക്കെ ഒഴിവാക്കുന്നതിനായി ജനമൈത്രി സുരക്ഷാ പദ്ധതി വഴി പല പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. കൊല്ലത്തെ ആർദ്ര നികേതൻ എന്ന കൗൺസിലിംഗ് സെന്റർ കഴിഞ്ഞ 10 വർഷത്തിനകം ഏതാണ്ട് 3000-ലധികം കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാണ് പരിഹരിച്ചത്. ജനമൈത്രി സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സൈക്കോളജിസ്റ്റുകളെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് സെന്ററുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇവയുടെ പ്രവർത്തനങ്ങളിലൂടെ കുടുംബാന്തരീക്ഷം സമാധാനപൂർണ്ണമാക്കുവാൻ പല ദിക്കുകളിലും സാധിച്ചിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് സിറ്റിയിലും മറ്റും സ്ത്രീകൾക്ക് ബോധവൽക്കരണ പരിപാടികളും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ചും മറ്റുമുള്ള പ്രത്യേകമായ ക്ലാസുകളും കൊടുക്കുകയും അതിലൂടെ സ്ത്രീകൾ കൂടുതൽ ബോധവതികളാകുകയും തങ്ങൾക്കുള്ള നിയമപരമായ അവകാശങ്ങൾ പിടിച്ചുപറ്റുന്നതിന് പ്രാപ്തരാകുകയും ചെയ്തിട്ടുണ്ട്. ഇത് കാക്കസുഗുണൻ, നിയമം പാലിക്കാത്തവരുടെ പ്രതിനിധി. അമ്മ തായേ, അമ്മ തായേ. മൊബൈല് അമ്മ തായേ, അമ്മ തായേ. അമ്മ ഞാൻ പിച്ചയ്ക്ക് വന്നല്ല അമ്മ, വേലയ്ക്ക് ആളെ വേണമെന്ന് അറിഞ്ഞിട്ട് വന്നാണ്. അതിനിവിടെ പുറം ജോലിക്ക് ആളെ ഒന്നും ആവശ്യമില്ല, അടുക്കള ജോലിക്ക് ആളെ വേണ്ടത്. അതിനാ കറിയൊക്കെ നല്ല വയ്ക്കും.
ഞാൻ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. അതേ, കറിയൊക്കെ നല്ലപോലെ വെക്കാൻ അറിയാന്ന് പറഞ്ഞ ഒരാള് വന്ന് നിൽക്കുന്നു. വേല 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 നല്ല വെക്കും. എനിക്കാരടാ വേല വെക്കാൻ ഇവിടെ വന്ന് നിൽക്കണത്? അല്ല അല്ല, പുറം ജോലി, അടുക്കള ജോലി എല്ലാം നല്ല നല്ല പാക്കും. എന്താ നിന്റെ കൂലി? എനിക്ക് കൂലിയൊന്നും വേണ്ട സാർ. 5000 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തന്നാ മതി. ഏതായാലും നീ പോയി ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ടു വാ. നമസ്കാരം. ഹലോ, നമസ്കാരം. ബീറ്റ് ഓഫീസറോ? വരണം വരണം. ഇന്നത്തെ കോളൊക്കും. കാര്യമുണ്ട്, പറയാം. ഇരിക്കു സാറേ. നമ്മുടെ ബീറ്റിലെ സുരക്ഷാ സമിതി മീറ്റിംഗിനെ കുറിച്ച് അറിയിക്കാൻ വന്നതാ. പിന്നെ സ്ട്രേഞ്ചർ ചെക്ക് പദ്ധതിയെ കുറിച്ചൊരു ക്ലാസ്സുമുണ്ട്. സ്ട്രേഞ്ചർ ചെക്ക് പദ്ധതിയോ? അതെന്താ പദ്ധതിയോ സാറേ? ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഒരു പുതിയ പരിപാടിയാണ് സ്ട്രേഞ്ചർ ചെക്ക് പദ്ധതി. അപരിചിതരെ ശ്രദ്ധിക്കുന്ന പരിപാടിയല്ലേ സാറേ? അത് തന്നെ. നമ്മുടെ നാട്ടിലേക്ക് കെട്ടിടം പണിക്കും സ്വർണ്ണ പണിക്കുമായി ഒരുപാട് ആൾക്കാർ അന്യനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ശരിയാ, ഇവിടെ ഇപ്പൊ ഒരുത്തൻ ജോലിക്ക് വന്നതേ ഉള്ളു സാറേ. അങ്ങനെ വരുന്നവരുടെ ഫോട്ടോയും അഡ്രസ്സും കളക്ട് ചെയ്ത് അതത് ബീറ്റിലെ പോലീസ് ഓഫീസറെ ഏൽപ്പിക്കേണ്ടതാണ്. അതായത് ഒരു പ്രദേശത്ത് അപരിചിതരായ ആരുമില്ലെങ്കിൽ ആ പ്രദേശത്ത് കുറ്റകൃത്യങ്ങളില്ല. ആരെങ്കിലും കണ്ടോ? ശരിയാ ശരി. കണ്ട് കണ്ട് സാറേ, പുതിയ വേലക്കാരനാ. അതെ അതെ. ചായ കൊടുക്ക സാറേ. എടാ, നീ ഈ ചായ നീ തന്നെ കുടിച്ചേ. വീട്ടുജോലിക്കും മറ്റും നമ്മെ സഹായിക്കാനായി പുറത്തുനിന്നും പുതുതായി നാം ആളെ എടുക്കുമ്പോൾ അവരുടെ അഡ്രസ്സും മറ്റും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ആളുകളെ സപ്ലൈ ചെയ്യുന്ന ഏജൻസികളുടെ മുഴുവൻ വിവരവും ജനമൈത്രി സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിൽ സൂക്ഷിച്ചു വരുന്നുണ്ട്. ജനമൈത്രി സുരക്ഷാ പദ്ധതിയിലൂടെ അപരിചിതരെ കഴിയുന്നതും ഒരു പ്രദേശത്ത് പരിപൂർണമായും ഒഴിവാക്കുന്നതിലൂടെ, അതായത് ഒരു പ്രദേശത്ത് ജോലിക്ക് വന്ന് താമസിക്കുന്ന ആളുകളാവട്ടെ ആരാണെങ്കിലും അവരെക്കുറിച്ചുള്ള പരിപൂർണ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ സൂക്ഷിക്കുന്നത് വഴി ആ പ്രദേശത്ത് അപരിചിതർ തീരെ ഇല്ലാതാവുന്നുണ്ട്. എവിടെ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളാണെങ്കിലും അവർ ആരാണ് എന്ന കൃത്യമായ വിവരം നമുക്കുണ്ടെങ്കിൽ അവരിൽ നിന്നും മോഷണം, മറ്റ് കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ശല്യങ്ങൾ ഇല്ലാതാക്കുവാൻ ഒരു പരിധിവരെ സാധിക്കും.